കഴിഞ്ഞ 10 ദിവസം 10 മാസം പോലെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് കൂട്ടിന് എൽസയും എൽസയ്ക്ക് കൂട്ടിന് ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസമാണെങ്കിൽ പകൽ മൊത്തം എൽസ തനിച്ചാവും. പക്ഷെ ഫുൾ ടാങ്ക് ഫുഡ് അടിച്ച് പകൽ മൊത്തം കിടന്നുറങ്ങുന്ന എൽസയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അത്യാവശ്യം തിരക്കുള്ളൊരു വീക്കായിരുന്നു കടന്നുപോയത്. അതുകൊണ്ട് മിക്കവാറും വൈകിയാണ് ഞാൻ വീട്ടിലെത്തിക്കൊണ്ടിരുന്നത്. കണ്ണിന് എണ്ണ ഒഴിച്ച് എന്നെ കാത്തിരിക്കുന്ന എൽസ. ഇവരെ എല്ലാവരെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് അശ്വതി നാട്ടിലേക്ക് പോയിട്ടുള്ളത്. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷെ എല്ലാവരും ഹാപ്പിയാണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ ഈ വീട്ടിൽ ഇത്രയും സൈലൻസ് ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും വെക്കേഷൻ കഴിഞ്ഞു, ഞാൻ നാളെ തിരിച്ചു വരികയാണ് എന്നൊന്ന് ഓർമ്മപ്പെടുത്താനായിരുന്നു ഇനുവിൻ്റെ ആ വീഡിയോ കോള്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 10ാമത്തെ ദിവസം അശ്വതിയും ഇനും നാട്ടിൽ നിന്ന് തിരിച്ചു വരുവാണ്. അവരെ കൂട്ടാനായിട്ട് നേരെ എയർപോർട്ടിലേക്ക്. തവണ പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അശ്വതിയുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിർത്താതെ പെയ്യുന്ന മഴയാണ്. ഫ്ലൈറ്റ് ബോർഡ് ചെയ്തപ്പോൾ തന്നെ അശ്വതി എനിക്ക് വീഡിയോ ഒക്കെ അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തൊട്ട് ഫ്ലൈറ്റ് അവെയർ എന്ന് പറഞ്ഞ ആപ്പിൽ ഞാൻ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ലാൻഡ് എന്ന് കാണിച്ചപ്പോൾ തന്നെ അശ്വതിയുടെ കോൾ വന്നു എനിക്ക്. ടെർമിനൽ 2ലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. കൂടുതലും ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ആണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നതെങ്കിലും ചില ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഒക്കെ ഇവിടെയാണ് വരാറ്. അങ്ങനെ 10 ദിവസത്തിന് ശേഷം ഈനുവും അശ്വതിയും തിരിച്ച് ബാംഗ്ലൂരിൽ. ഇത് ഈനുവിൻ്റെ 2ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണൊന്ന് മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. അതാണ് ഈ വണ്ടർ അടിച്ചിരിക്കുന്നത്. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ വീട്ടിലേക്ക്. നേരെ പോകുന്നത് ഈനുവിൻ്റെ അമ്മമ്മയുടെ അടുത്തേക്കാണ്. ബിന്ദു അമ്മമ്മയുടെ ട്യൂഷൻ കുട്ടികളാണ്. എല്ലാവരോടും കുശലാന്വേഷണമൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഈനുവിനെയും കാത്ത് ഞങ്ങളുടെ സ്ട്രീറ്റിൽ ബ്ലാക്കി ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. ബ്ലാക്കി ആണോ? 10 ദിവസം കഴിഞ്ഞ് എല്ലാവരെയും കാണുമ്പോഴുള്ള ജോഷാണ് ഈ കാണിക്കുന്നത്. എൽസയെ കണ്ടതും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഈനു. കുരുത്തക്കേട് കാണിച്ചാൽ തിരിച്ച് ബാംഗ്ലൂർ വരുമ്പോഴേക്കും എൽസേനെയും ഫിഷിനെയും ഡോളിനെയും ഒക്കെ അച്ഛൻ കളയുമെന്ന് അശ്വതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് വന്ന പാടെ എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ആളൊന്ന് സെറ്റായത്. മമ്മ ഒക്കെ കഴിച്ച് അന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.